ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഓണമൊക്കെ അടുത്ത് വരികയല്ലേ, അപ്പോൾ ഞാനതൊരു ഓണ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല നാടൻ അവിയലിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ മുമ്പ് കുറേ പച്ചടിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, സാമ്പാർ, പിന്നെ കുറേ ബനാന ചിപ്സ് ഇവിടെയൊക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. കാണാത്തവരെല്ലാം കണ്ട് നോക്കണം. ഇനിയും കൂടുതൽ ഓണം വിഭവങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലേക്കും ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ അവിയൽ ഉണ്ടാക്കാൻ തുടങ്ങാം. അവിയലിന് ആവശ്യമായ പച്ചക്കറികളാണിത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും അവിയലിനായിട്ട് എടുക്കാം. എന്നാൽ ചേന, പച്ചക്കായ, മുരിങ്ങാക്കോലും അവിയലിന് ഏറ്റവും ആവശ്യമുള്ള പച്ചക്കറികളാണ്. ഞാനിവിടെ ഈ സൈസിലുള്ള 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വലിയ ക്യാരറ്റ് ആണെങ്കിൽ നിങ്ങൾ ഒരെണ്ണം എടുത്താൽ മതി. ഇനി വേണ്ടത് 2 മുരിങ്ങാക്കോല്, ഒരു ചെറിയ പച്ചക്കായ, കുറച്ച് അച്ചിങ്ങപ്പയർ, 2 ചെറിയ വഴുതനങ്ങ, ഒരു കഷ്ണം വെള്ളരി. ഞാനിവിടെ ഒരു വെള്ളരിയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് ചേനയാണ്. ചേന ഞാനിവിടെ ഒരു 200 ഗ്രാം ചേനയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് കനം കുറച്ച് നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കണം. ചേന തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ കനം കുറഞ്ഞ് നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ചേന അരിഞ്ഞതുപോലെ അതേ നീളത്തിൽ തന്നെ ബാക്കിയുള്ള കഷ്ണങ്ങൾ നമ്മൾ മുറിച്ചെടുക്കണം. അച്ചിങ്ങപ്പയർ ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. മുരിങ്ങാക്കോലും ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നീളത്തിൽ മുറിച്ചെടുത്തതാണ്. ക്യാരറ്റും വെള്ളരിയും ഞാൻ ഇതുപോലെ കനം കുറച്ച് നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പച്ചക്കായ തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. അതിനുശേഷം അത് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. പച്ചക്കറി കറ പോകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വഴുതനങ്ങയും കഴുകിയതിന് ശേഷം നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കണം, അല്ലെങ്കിൽ വഴുതനങ്ങയുടെ കളർ മാറിപ്പോകും. ഇനി ഈ കഷ്ണങ്ങളെല്ലാം കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. പച്ചക്കറികളൊക്കെ വേവിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയിട്ടാണ് ഞാനിത് വേവിക്കുന്നത്. അപ്പോൾ ഈ അവിയൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ചേർക്കുമ്പോൾ നമ്മളിങ്ങനെ കൈ വെച്ചിട്ടൊന്ന് നിരടിയിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ കറിവേപ്പിലയുടെ മണമൊക്കെ നന്നായിട്ട് പുറത്തേക്ക് വരും. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചക്കറികൾ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് ഈ പച്ചക്കറിയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പൊടികൾ ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ പൊടികളൊക്കെ ഒന്ന് കഷ്ണങ്ങളൊക്കെ പിടിച്ചു കിട്ടും. നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളമൊന്നും വേണ്ട, ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം ചേർക്കാതെ വേണമെങ്കിൽ നമുക്ക് മൂടി വെച്ച് വേവിക്കാം, പക്ഷെ ചിലപ്പോൾ ചേനയൊക്കെ ശരിക്കും വെന്ത് കിട്ടൂല. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം പാൻ മൂടി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് ഈ പാൻ്റെ മൂടി ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. വീണ്ടും നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇത് അവിയലിന് അരപ്പിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഞാനിവിടെ ഒരു 3-4 ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷെ നമ്മളിങ്ങനെ ഉള്ളിയും കൂടി ചതച്ച് ചേർക്കുമ്പോഴത്തേക്കും അവിയൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വേണ്ടത് തേങ്ങാപ്പീര. തേങ്ങാപ്പീര നമുക്ക് 1 മുതൽ 1.5 കപ്പ് വരെ തേങ്ങാപ്പീര ഇതിനായിട്ട് എടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഈ മിക്സി മൂടി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അവിയലിന് അരപ്പുണ്ടാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തേങ്ങയൊന്നും കൂടുതൽ അരഞ്ഞു പോകരുത്. ഒരു തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ തേങ്ങ കാണുന്ന ഒരു തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി മൂടി മാറ്റി പച്ചക്കറികളൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. പച്ചക്കറികളൊക്കെ പാകത്തിൽ വെന്ത് വന്നിട്ടുണ്ട്. കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്.
കൂടുതൽ വെന്തൊന്നും ഉടഞ്ഞു പോകാൻ പാടില്ല. ഈ പാകത്തിന് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് അരപ്പൊക്കെ ഇട്ട് വേവിക്കാനുള്ളതാണ്. വെന്തിരിക്കുന്ന പച്ചക്കറികളുടെ നടുഭാഗത്ത് ഇതുപോലെ നമുക്ക് സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒരു കുഴി പോലെ ആക്കിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പിന്റെ പുറത്തേക്ക് ഈ പച്ചക്കറികളെല്ലാം ഇതുപോലെ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പാൻ മൂടി ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്യണം. അവിയലിന് പുളിക്കായിട്ട് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് തൈരാണ്. തൈരിന് പകരമായിട്ട് നമുക്ക് മാങ്ങയോ വാളൻപുളിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം. മാങ്ങ ചേർക്കുകയാണെങ്കിൽ നിങ്ങൾ പച്ചക്കറികൾക്ക് വേവിക്കുന്നതിൻ്റെ ഒപ്പം വേണം മാങ്ങ ചേർത്ത് വേവിക്കാനായിട്ട്. ഈ തൈരൊന്ന് നമുക്ക് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് ഉടച്ചെടുക്കണം. അവിയലിൽ ഉപയോഗിക്കുന്ന തൈര് കുറച്ച് പുളി കുറഞ്ഞതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ പുളിയുള്ള തൈര് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവിയൽ കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് അവിയലിന് ഭയങ്കര പുളിയായി പോകും. പുളി കുറഞ്ഞ തൈര് തന്നെ ഉപയോഗിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ പാൻ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 4-5 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പാൻ ഒന്ന് മൂടി 2 മിനിറ്റ് വെക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മൂടി മാറ്റി ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ രുചികരമായ അവിയൽ റെഡിയായി കഴിഞ്ഞ് റെഡിയായ അവിയൽ നമുക്കൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഈ ഓണത്തിന് ട്രൈ ചെയ്യാൻ പറ്റിയൊരു നല്ല റെസിപ്പിയാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും, എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനിയും വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.